ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചർച്ചിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് തരാനുണ്ട്. പലരും നാട്ടിൽ നിന്ന് ഫോൺ ചെയ്തു, പാസ്റ്ററെ നിങ്ങൾ മേടിച്ച ആ പ്ലോട്ടിലെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേടിച്ചതല്ല, വാടകയ്ക്കാണ്. മേടിക്കട്ടെ. നിങ്ങളെല്ലാം പറയുന്നത് ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, ആപ്കി മൂ ഗീ ശക്കർ എന്ന് വെച്ചാൽ നിങ്ങളുടെ വായിന്ന് വരുന്നത് അതുപോലെ തന്നെ വരട്ടെ. അപ്പൊ ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇതിലും വലിയൊരു 1.5 ഏക്കറിന്റെ ക്യാമ്പസ് മേടിച്ച് ആയിരക്കണക്കിന് ആത്മാക്കളെ ഈ നോർത്ത് ഇന്ത്യയിൽ നേടി ഒരുമിച്ച് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് അവസരം തന്നിട്ടെ. ഈ സമയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് മേടിച്ച സമയത്ത് ഒരു സിമ്പിൾ ഒരു പ്ലോട്ട് ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ബാപ്റ്റിസം ടാങ്കിന്റെ മുന്നില്. കാരണം 2-2.5 വർഷത്തേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എല്ലാം ചെയ്തിട്ടിരിക്കാം. ചിലപ്പോൾ കർത്താവ് മേടിക്കാൻ അവസരങ്ങൾ തരുമായിരിക്കും. ഒരു ഷെഡ് ഉണ്ടാക്കുന്നു, നമ്മൾ പല സെറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു പുറകിൽ. ഞങ്ങളുടെ ഓൾറെഡി 80-90 വിശ്വാസികളുണ്ട്. അവരും വന്ന് ഇവിടെ ഒരു 700-800 പേർക്ക് നല്ലോണം ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. നിങ്ങൾ വീടില്ലാത്തവരാണോ ഈ സമയത്ത്? ഞാൻ പറയുന്നു വീടില്ലാത്തവരുടെ സ്പെസിഫിക്കലി കർത്താവിന്റെ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് വഴികളെ തരും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സാലറി ചിലപ്പോൾ 20,000 രൂപ ആയിരിക്കും, അതിൽ നിന്ന് ഞാൻ എങ്ങനെ വീടുണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ എക്സ്പെക്ടേഷന് 121 സങ്കീർത്തനങ്ങൾ പറയുന്ന മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്, എന്റെ ഹെൽപ്പ് കർത്താവാണ് എനിക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻസ് അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല പല കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കർത്താവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഒത്തിരി ഉപയോഗപ്പെടുത്തും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ സാമ്പത്തിക സഹായങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ, ഐഡിയ എല്ലാം തരിക. ഒരുമിച്ച് വരിക. ഒരു 6 മാസത്തിന് ശേഷം വരാനൊരു നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അല്ലേ? നോർത്ത് ഇന്ത്യയിലേക്ക് ഫാമിലിയുമായി മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. വരിക, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നടന്ന് പ്രാർത്ഥിക്കാം, വണ്ടിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തണുപ്പ് സമയത്ത് ഒരു നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ കുടുംബമായിട്ട് വരിക, പ്രാർത്ഥിക്കുക. ഒരുമിച്ച് വേണ്ടി കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ജീസസ് കിച്ചന് വേണ്ടി ഇന്ന് വരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും വേണ്ടി നന്ദി. ഞാനും രതിയും കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ, ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, എൻ്റെ നാഥ, ഞങ്ങളെ വിളിച്ച മൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരുന്ന, അറിയാൻ പറ്റാത്ത പേരില്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെയൊക്കെ വിളിച്ച് മാറ്റി നിർത്തി അങ്ങയുടെ മകനും മകളുമാക്കി വിളിച്ചു നിർത്തിയതിന് നന്ദിയപ്പ. ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ ആദ്യജാതന്മാരാക്കി മാറ്റിയതിനായി നന്ദിയപ്പ. കർത്താവെ, ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്നു മുതൽ ഈ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന്റെ ഈ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവര് ഈ സമയത്ത് വിതയ്ക്കുന്ന സമയത്ത്, ഇനി വരുന്ന ദിവസങ്ങളിൽ വിതയ്ക്കുന്ന സമയത്ത് അവർക്കും അവരുടെ കുടുംബത്തിനും ഇന്നുവരെ നടക്കാത്ത ആ വിഷയങ്ങൾ നടക്കട്ടെ. അത് വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ആണേലോ, ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങളാണേലോ, ജോലി സംബന്ധമായ ആവശ്യങ്ങളാണേലോ, ശാരീരിക സംബന്ധമായ ആവശ്യങ്ങളാണേലോ, കർത്താവെ, അവരുടെ വിശ്വാസത്തിന് നീ നല്ല ഒരു പ്രതിഫലം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നന്ദി എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തട്ടെ. നോർത്ത് ഇന്ത്യ യേശു കർത്താവിന്റെ സ്നേഹം അറിയട്ടെ. ഈ നിൽക്കുന്ന വില്ലേജ് ഇവരെല്ലാം കർത്താവിനെ അറിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഗൂഗിൾ പേ നമ്പറുണ്ട്, മറ്റുള്ള പല ഡീറ്റെയിൽസ് ഫോൺ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. വാട്സപ്പ് ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഇട്ടാലും മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർഥ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, अनुग्रह भरे नाम से मैं आज यीशु में समृद्धि के एपिसोड में आप सबका स्वागत करना चाहता हूँ. എല്ലാ ബുധനാഴ്ചയും രാവിലെ 8:30 എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ കർത്താവിന്റെ സുവിശേഷം, കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. और हर बुधवार सुबह 8:30 बजे और हर बृहस्पतिवार सुबह 7:30 बजे यीशु में समृद्धि में हम परमेश्वर के वचन से सीख सकते हैं. आमीन, हालेलुया.
हालेलुया। എന്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക, ജീസസ് കിച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക, ചർച്ചിന്റെ എല്ലാ വർക്കുകൾക്ക് വേണ്ടിയിട്ടും കർത്താവിന്റെ സുവിശേഷം ഇവിടെ വളരാനും വേണ്ടി പ്രാർത്ഥിക്കുക. इनका नाम हरीश है और मेरा नाम रति है। हम दोनों मिलके नॉर्थ इंडिया में फरीदाबाद में सेवकाई करते हैं, जो दिल्ली के बहुत ही नजदीक है। तो मैं आपसे विनती करता हूँ, मेरे लिए, मेरे परिवार के लिए, कलीसिया के अलग अलग सेवकाई के लिए, जीसस किचन के लिए, कलीसिया के कंस्ट्रक्शन के काम के लिए, सबके लिए मिलके प्रार्थना कीजिएगा। നമ്മൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തേതായിരുന്നു സ്നേഹം, അല്ലെ? ലവിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ. और हमने पिछले एपिसोड से आत्मा के फल के बारे में सीखना शुरू किया और पहला फल है प्रेम। അതിൽ നമ്മൾ 1 കൊരിന്ത്യരിലോട്ട് വന്ന 13:4 മുതൽ 7 വരെ നമുക്കൊന്ന് വായിക്കാം. പിന്നെ അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്ന് പഠിച്ചു തുടങ്ങാം. और आज हम पढ़ेंगे पहला कोरिन्थियों 13 का 4 से हम पढ़ेंगे, उसके बाद डिटेल में एक एक करके हम उसको सीखेंगे। 13:4 എഴുതിയിരിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. प्रेम धीरजवंत है और कृपालु है। प्रेम ढा नहीं करता, प्रेम अपनी बढ़ाई नहीं करता और फूलता नहीं, वह अनरीति नहीं चलता और वह अपनी भलाई नहीं चाहता, झुंझलाता नहीं, बुरा नहीं मानता। 4 എഴുതിയേക്കുന്ന സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. और 4 में ऐसा लिखा है, प्रेम धीरजवंत है और कृपालु है। നിങ്ങൾ ദീർഘക്ഷമയുള്ള ആളാണോ അതോ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? क्या आप बहुत ही धीरजवंत मनुष्य है या बहुत ही जल्दी आपको गुस्सा आ जाता है? നിങ്ങൾ സത്യമായി യേശു കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം മറ്റുള്ളവരോട്. और अगर सच में आप परमेश्वर का वचन जानते हो तो आपको एक ऐसा व्यक्ति बनना है जो धीरजवंत होता है। പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാള്, ഞാൻ പറയും, അപ്പോഴും കർത്താവിന്റെ സ്നേഹം ഇതുവരെ റിയലായി മറ്റുള്ളവരോട് കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ ഫലം, സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. और मैं कहता हूं कि अगर आपको बहुत ही जल्दी गुस्सा आता है तो आपने परमेश्वर का प्रेम अभी तक अपने जीवन में महसूस नहीं किया, क्योंकि जो परमेश्वर का प्रेम जानता है, जो आत्मा का फल अगर आपके जीवन में है तो आप बहुत जल्दी गुस्सा नहीं हो सकते। നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്യുക, കർത്താവിന്റെ നാമത്തിൽ ഞാനൊരു മോർ ലവിങ്, സ്നേഹം കൊടുക്കുന്ന ആളും കുടുംബത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹമായി പെരുമാറുന്ന ആളും ദൈവത്തോടെ പെരുമാറുന്ന ആളുമായി മാറുമെന്ന് ഇന്ന് ഡിസിഷൻ എടുക്കണം. और आज की सुबह आपको ये डिसीजन लेना है कि मैं आज से और ज्यादा प्रेम करने वाला व्यक्ति बनना चाहता हूँ और धीरजवंत बनना चाहता हूँ और कृपालु होना चाहता हूँ। ഹെവൻലി ഫാദർ, നമ്മുടെ സ്വർഗീയ പിതാവ്, അദ്ദേഹം നമ്മുടെ തെറ്റുകുറ്റങ്ങളോട് പെട്ടെന്ന് അതിനുവേണ്ടി തെറ്റിട്ടിരുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. जो हमारा स्वर्गीय पिता यीशु मसीह अगर हमारे गलतियों को देख के एकदम से अगर हमें खत्म किया होता या मारा होता तो आज आप और मैं यहाँ जीवित न होते। അദ്ദേഹം ദീർഘക്ഷമയോടെ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി നമ്മളെ സ്നേഹത്തോടെ അദ്ദേഹം വെയിറ്റ് ചെയ്തു, നമുക്ക് അനുവദിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോട്, വൈഫിനോട്, ഹസ്ബൻഡിനോട്, മക്കളോട്, അച്ഛനോട്, അമ്മയോട്, മദർ ഇൻ ലോയോട്, ഡോട്ടർ ഇൻ ലോയോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടെല്ലാം ദീർഘക്ഷമ വെക്കണം. അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ അവസരം കൊടുക്കണം, അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ അവസരം കൊടുക്കണം. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളിലൊന്നും പണിഷ്മെന്റ് ചെയ്യാതെ, അവരുടെ പുറകെ നടന്ന് അവരുടെ തെറ്റുകുറ്റങ്ങൾ പറയാതെ ദീർഘക്ഷമയുള്ള ഒരാളായിരിക്കണം. കാരണം സ്നേഹം ഉള്ളിടത്ത് ദീർഘക്ഷമയുണ്ട്. और प्रभु यीशु मसीह ने भी धीरज के साथ इंतजार किया। उसी प्रकार मैं आज आपको कहना चाहता हूं कि आप भी अपने पति के साथ या पत्नी के साथ, बच्चों के साथ, अपने रिलेटिव्स के साथ, अपने माता के साथ, पिता के साथ, सबके साथ धीरज के साथ काम कीजिएगा। उनके छोटे छोटे बातों में गलतियों को देखते हुए उनको डांटने जाना या उनसे घृणा करना या उनको श्राप देना, ऐसे मत कीजिएगा, क्योंकि जहां प्रेम होता है वहां धीरजवंत भी होता है। നിങ്ങൾ സ്നേഹം, ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സ്നേഹം ദയ കാണിക്കുന്നു. നിങ്ങൾ എത്ര ദയ കാണിക്കുന്നു? 1 രൂപ, 100 രൂപ, 200 രൂപ ആർക്കെങ്കിലും കൊടുത്തിട്ട് പറയരുത് ഞാൻ ഭയങ്കര ദയുള്ള മനുഷ്യൻ. ആ ദയയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. और यहाँ पे एक और बात लिखा है कि प्रेम कृपालु है। ये कृपालु इसके बारे में नहीं है कि मैंने 1 रुपए 2 रुपए इधर उधर दिया, उस कृपालु के बात में यहाँ नहीं लिखा। ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഹസ്ബൻഡിനോട്, വൈഫിനോട്, മക്കളോടൊക്കെ ഭയങ്കര കഠിനമായി ദേഷ്യത്തോടെ പെരുമാറുന്നു. അവരോടൊരു
ചിലപ്പോൾ വീട്ടിലെ പട്ടിക്ക് അതിനേക്കാളും വലിയ വില കൊടുക്കും. അങ്ങനെയാണ് ചിലർ ഹസ്ബൻഡിനോട്, ചിലർ വൈഫിനോട് അങ്ങനെ വാക്കുകളിൽ കൂടെ ആക്ഷനിൽ കൂടെ കുത്തി നോവിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന വീട്ടിൽ ഞാൻ പറയുന്നു കർത്താവിന്റെ ആ ഫലമായ സ്നേഹം ഇതുവരെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. കാരണം അവിടെ ദയ കാണിക്കുന്നില്ലേ ഒരാൾ മറ്റൊരാളോട്. और मैंने कई परिवारों में ऐसे देखा है, जब पति या पत्नी जब बात करते हैं तो जैसे कुत्ते से बात करते हैं उसी प्रकार वो अपने पति या पत्नी से बात करते हैं. तो मैं आज आपको कहना चाहता हूं कि ये आत्मा का फल जो प्रेम है उसको आप अपने जीवन में ले लीजिए और अपने व्यवहार में प्रेम को लेके आइए. നിങ്ങളുടെ ഫാമിലി പറയും നിങ്ങൾ റിയലി ആത്മാവിന്റെ ഫലമുള്ള ആളാണോ എന്ന്. നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, മക്കള്, അച്ഛൻ, അമ്മ അവര് പറയും. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുർത്തയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വരാം. പക്ഷെ നിങ്ങളുടെ ഫാമിലി പറയും ഇയാൾ എത്ര സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇവക്ക് എത്ര സ്നേഹമുണ്ടെന്ന്. നിങ്ങളുടെ കുടുംബക്കാർ പറയും സ്നേഹമുള്ളവരാണോ, ദീർഘക്ഷമ കാണിക്കുന്നവരാണോ. സോ കർത്താവിനെ അറിയുന്ന കുടുംബങ്ങളോടെല്ലാം ഞാൻ പറയുന്നു ദീർഘക്ഷമയും സ്നേഹമുള്ളവരായിരിക്കണം നിങ്ങൾ. और आपका परिवार सबसे अच्छा आपको बता सकता है कि आपके अंदर ये आत्मा का फल है या नहीं. क्योंकि आप अच्छा कपड़ा पहन के आ सकते हैं, अच्छा मेकअप करके आ सकते हैं, परंतु जो आपका परिवार है वो आपको बता सकता है कि आपके अंदर प्रेम है, आप धीरजवंत हो या आप कृपालु हो. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ എൻവി ചെയ്യുന്നില്ല. ലവ് ഡസ് നോട്ട് എൻവി ഓർ ബോസ്റ്റ്. സ്നേഹം ഒരിക്കലും സ്പർദ്ധിക്കുന്നില്ല. और ऐसे लिखा है आगे, प्रेम ढा नहीं करता, प्रेम अपनी बड़ाई नहीं करता. സ്പർദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ എൻവി. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് പുതിയൊരു കാർ മേടിച്ചു, അവര് പുതിയ വണ്ടി മേടിച്ചു, പുതിയ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അവർ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ജലസി അല്ലെങ്കിൽ ഒരു സ്പർദ്ധ, ഒരു ദേഷ്യം തോന്നുന്നുണ്ടോ? അത് സ്നേഹമല്ല. കാരണം അത് ജലസി ഉള്ളിടത്ത് ഒരിക്കലും സ്നേഹം നിൽക്കത്തില്ല. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീലിങ്ങുകൾ വരുന്നുണ്ടോ? ഇപ്പൊ തന്നെ കർത്താവിനോട് പറയണം, കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ. കാരണം എന്റെ മനസ്സിൽ ആ സ്നേഹം കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. और इसमें जैसे लिखा है कि प्रेम ढा नहीं करता, इसका मतलब जब आप अपने रिलेटिव्स में, अपने पड़ोसियों में देखते हैं कि उनके घर में कोई नई चीज आई है तो आप उनको देख के घृणा करने लग जाते हैं, आप एनवी करने लग जाते हैं, आप ढा करने लग जाते हैं. इसका मतलब आपके अंदर प्रेम नहीं है, आपके अंदर जेलसी का एक स्पिरिट है. तो इस टाइम आप परमेश्वर से बोल सकते हैं कि परमेश्वर से माफी मांग सकते हैं और बोल सकते हैं परमेश्वर मेरे अंदर भी ये आत्मा का फल प्रेम जो है उसको भर दे. ഞാൻ ഇങ്ങനെയുള്ള പലരെയും അറിയാം. നമ്മളിപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചാൽ ചിലരെ അതേപോലുള്ള ഡ്രസ്സ് അല്ലെ അതേപോലുള്ള മൊബൈൽ അല്ലെ അതേപോലുള്ള ആ ഫാഷനബിൾ ഐറ്റം ആ വീക്കിൽ തന്നെ മേടിക്കും. അവർ കോപ്പി ചെയ്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടി മേടിക്കുന്നതല്ല. അവരുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ അവരുടെ ജലസി നിനക്കും ഉണ്ട് എനിക്കും ഉണ്ട്, ഞാനും മേടിക്കും. അപ്പൊ അവർ സ്നേഹമുള്ളവരല്ല. നിങ്ങൾക്കും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നമ്മൾ ഒരാൾ നല്ലൊരു വസ്തുവോ അല്ലെങ്കിൽ നല്ല ഒരു ഫോണോ നല്ലൊരു വസ്ത്രമോ കണ്ട് മേടിക്കുന്നത് തെറ്റില്ല, നമുക്ക് കോപ്പി ചെയ്യാം, നമുക്ക് നോക്കി ചെയ്യാം. പക്ഷെ അതൊരിക്കലും സ്പർദ്ധാ മനോഭാവത്തോടെ, ജലസി മനോഭാവത്തോടെ ആയിരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ല. मैंने ऐसे लोगों को देखा है कि जब वो देखते हैं कि उनके मित्र ने या उनके परिवारजनों ने, किसी ने नया कपड़ा खरीदा या नया मोबाइल खरीदा, तो वो भी जाके एकदम से नया वही सेम डिजाइन का कपड़ा ले लेते हैं या मोबाइल ले लेते हैं. मैं ये नहीं कहता हूं कि आप उनको देख के कॉपी नहीं कर सकते, आप कर सकते हैं, परंतु उसके पीछे का जो आपका इंटेंशन है, क्या आप एक ढा के रूप में जाके कर रहे हैं या आप जेलसी के रूप से वो कर रहे हैं कि उसने खरीदा तो मुझे भी खरीदना है, उसने ये वस्तु, उसने ये लैंड जमीन खरीदा तो मुझे भी खरीदना है, मेरे को भी करके दिखाने हैं कि भाव से अगर आप करेंगे तो आप गलत हैं. സ്നേഹം ഗമണ്ട് പറഞ്ഞാൽ ഗമ കാണിച്ച് നടക്കുന്നതും സ്നേഹമല്ല. और घमंड दिखा के चलना भी वो प्रेम नहीं है. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട്, വൈഫിനോട് ഗമണ്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ഗമ കാണിക്കുന്നു, അതും സ്നേഹമല്ല. अगर आप अपने पति या पत्नी के साथ घमंड दिखाते हैं तो वो भी प्रेम नहीं है. ഞാനാണ് എൻ്റെ ലാസ്റ്റ് ഇയറിലെ ചർച്ചിന്റെ ഇലക്ട്രിസിറ്റിയുടെ മുഴുവൻ ബില്ലും അടച്ച ഞാനാണ് ചർച്ചിനെ നടത്തുന്നത്. അത് സ്നേഹമല്ല. നിങ്ങൾ യേശുവിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗമ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. कई बार लोग बोलते हैं अरे पिछले साल का इलेक्ट्रिसिटी का बिल तो पूरा मैंने पे किया है. जब आप ये बोलते हैं तो आप अपने घमंड को दिखाते हैं. आपने प्रेम के द्वारा नहीं किया, परंतु आपने घमंड के द्वारा वो दिखाने के लिए लोगों को कि मैं करता हूं. ചിലര് വൈഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോടൊക്കെ പറയും, ഞാൻ ₹1 വേറെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സ്ത്രീധനം മേടിക്കാതെ കിട്ടി, എനിക്ക് പെണ്ണിനെ മാത്രം മതി, ഞങ്ങൾ ഡൗറി ഒന്നും മേടിക്കത്തൊന്നുമില്ല, ഞാൻ വലിയ ഫാമിലിയിൽ നിന്ന്, ഇവളൊരു ചെറിയൊരു ഫാമിലിയിൽ നിന്ന്, എൻ്റെ അച്ഛൻ ഇത്, എൻ്റെ അച്ഛൻ അത്, ഇവള് ഒരു ചെറിയൊരു ഫാമിലിയിൽ നിന്ന്. അത് സ്നേഹമാണോ? അല്ല. ആ സ്ത്രീയെ നിങ്ങൾ താഴോട്ട്, നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടി താഴോട്ട് ആക്കുക. നിങ്ങളുടെ സ്നേഹമല്ല അവിടെ കാണിക്കുന്നത്, നിങ്ങൾ ഗമ കാണിക്കുക. മറ്റൊരാളെ നിങ്ങളെന്തോ കരുണ കാണിച്ചാണോ ഒരാളെ പിടിച്ചോണ്ട് ഒരു വൈഫിനെ കൊണ്ടുവന്ന അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ നശിപ്പിക്കുകയാണ്. അത് സ്നേഹമല്ല. സ്നേഹമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല.
और बहुत सारे पतियों को ये कहते हुए सुना है, अरे मेरी पत्नी जो है, मैं तो उससे कुछ भी नहीं लिया, मैंने कोई भी 1 रुपए का सामान उनके घर से नहीं लिया, मैं तो इतने इज्जतदार घर का हूं, मैं अमीर घर का हूं, परंतु मेरी पत्नी एक छोटे से घर से है, मैंने उससे 1 रुपए का सामान नहीं लिया, ना डाउरी लिया, ना जमीन लिया, ना गाड़ी लिया। जब आप ये कहते हैं तो आप अपने पत्नी का सेल्फ रेस्पेक्ट को नीचे गिराते हो, आप अपने घमंड को दिखाते हो, अपने परिवार के घमंड को आप दिखाते हो कि मेरा परिवार एक हाई पोजीशन से आता है और मेरे पत्नी का परिवार जो है एक लो पोजीशन से आता है, और घमंड से आप बोलते हो तो उसमें भी प्रेम नहीं है। എന്റെ വൈഫിന് പഠിക്കാനും എഴുതാനും ഒന്നും അറിയത്തില്ല, അവൾ സ്കൂളിൽ പോലും പോയിട്ടില്ല, പക്ഷെ ഞാൻ ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് സർക്കാർ ജോലിയുണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഇവളെ കൊണ്ട് ഒന്നും അറിയത്തില്ല. അതും തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. അതുപോലെ സമയത്ത് പറയും വൈഫിന് ഇത്തിരി അവൾ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ഞൊണ്ടലുണ്ട്, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ശാരീരികമായിട്ട്, ഞാൻ 6-7 ഫീറ്റ് ഉണ്ട്, എന്റെ വൈഫിന് നീളമൊന്നുമില്ല, ഞാൻ കാണാൻ സുന്ദരൻ, എന്റെ വൈഫ് അത്ര കൊള്ളാം, എന്നാലും ഞാൻ അവളെ കല്യാണം കഴിച്ചു, നടന്നോട്ടെ, ഒരു പെണ്ണിന്റെ ജീവിതമില്ലേ, നമ്മളങ്ങ് രക്ഷിച്ചു. നിങ്ങൾ സ്നേഹമല്ല ഉള്ള, നിങ്ങൾ നിങ്ങളുടെ ഗമ കാണിക്കുക. और आप ये भी कह सकते हैं कि मैं तो बहुत ही पढ़ा लिखा हूँ, ग्रेजुएट हूँ, और मेरी पत्नी को ना पढ़ना आता है ना लिखना आता है। या आप ऐसे भी कह सकते हैं, देखो मैं तो इतना कद ऊंचा हूँ, मेरी पत्नी तो गिट्टी सी है। या आप ऐसे भी कहते होंगे कि जब मेरी पत्नी चलती है तो थोड़ा सा हिल डुल के चलती है, थोड़ा सा उसके पैर में एक पैर छोटा एक पैर बड़ा है, और मैं तो बिल्कुल परमेश्वर ने मुझे बहुत अच्छी तरह बनाया है। तो जब आप ये सब बातें बोलते हैं तो आप अपने घमंड को दूसरों के ऊपर दिखाते हो। കർത്താവ് ഏറ്റവും കൂടുതൽ ഹേറ്റ്, കർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് പ്രൗഡ്, പ്രൈഡ്, ആരഗൻസ്, ഗമ. ഇത് കർത്താവിന് ഇഷ്ടമില്ല. ലോകത്തിലെ ആദ്യത്തെ പാപം സെക്ഷുവൽ സിന്നൽ, ആദ്യത്തെ പാപം സാത്താൻ ഗമ കാണിച്ച് പ്രൈഡ് ഫീലായി അവനെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് തള്ളി താഴെയിട്ടു. അപ്പൊ ആദ്യ പാപത്തിന്റെ കാരണം അത് നിങ്ങളിൽ ഒരു വേറെ ലെവലിൽ വന്ന് നിങ്ങളുടെ കുടുംബത്തെ, ഫാമിലി, നിങ്ങളുടെ മിനിസ്ട്രി അതൊന്നും നശിക്കാതെ നിങ്ങളെ കർത്താവ് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പുറത്തോട്ട് വരണം കേട്ടോ. और सबसे ज्यादा जो परमेश्वर को जो चीज पसंद नहीं है वो है घमंड। जब हम घमंड दिखाते हैं, जब हम प्राइड दिखाते हैं, जब हम ईगो दिखाते हैं, एरोगेंस दिखाते हैं, तो परमेश्वर उससे खुश नहीं होता। इसलिए मैं आपसे कहता हूं, अगर आपके अंदर भी घमंड की आत्मा है तो आप परमेश्वर से बोल सकते हैं, परमेश्वर मेरे अंदर से घमंड की आत्मा को दूर रखना। और हम देखते हैं जो सबसे पहला पाप जो बाइबल में किया गया था, वो जब शैतान जब वहां पे घमंडी हो गया, उस टाइम उसको स्वर्ग में से नीचे फेंका गया, उसने अपने घमंड के द्वारा उसको नीचे फेंका गया। तो जो पहला पाप था कोई सेक्सुअल पाप नहीं था, परंतु घमंड का पाप तो जो शैतान ने दिखाया और उसको स्वर्ग में से नीचे गिराया गया। ഞാൻ കർത്താവിലേക്ക് വരാൻ കാരണം എൻ്റെ അമ്മായി അച്ഛൻ, രതിയുടെ അച്ഛൻ അങ്കിൾ മേനൻ, അന്ന് അദ്ദേഹമായിരുന്നു എൻ്റെ ഫസ്റ്റ് ബോസ്. അപ്പൊ അദ്ദേഹം കാരണമാണ് ഞാൻ കർത്താവിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് അന്ന് ഹിന്ദി ഇംഗ്ലീഷും അറിയത്തില്ല, അദ്ദേഹം പിടിച്ച് എന്നെ ചർച്ചിൽ കൊണ്ടുപോകും. യേശുവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ സ്നേഹം കാണിക്കുന്ന ഒരു മനുഷ്യന് അന്ന് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അങ്കിൾ മേനൻ. അപ്പൊ ഒരാളുടെ സ്നേഹമാണ് കർത്താവിനെ കുറിച്ച് കർത്താവിലേക്ക് അടുപ്പിച്ചത്. എൻ്റെ വൈഫ് രതി പെട്ടെന്ന് ദേഷ്യപ്പെടത്തില്ല, അങ്കിൾ പെട്ടെന്ന് ദേഷ്യപ്പെടത്തില്ല. അപ്പൊ റിയൽ സ്നേഹമുള്ളവരുടെ ഒരു ക്വാളിറ്റിയാണ്, അവർ പെട്ടെന്ന് ദേഷ്യപ്പെടാത്തവരായിരിക്കും. സോ നിങ്ങൾ സ്നേഹം കാണിച്ചാൽ, റിയലി കാണിച്ചാലല്ല, സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ കർത്താവിലേക്ക് പിടിച്ചടിപ്പിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. और जब मैं फरीदाबाद में पहली बार आया तो मैं जब अंकल मेनन जो मेरे अभी फादर इन लॉ है, जब मेरी उनसे मुलाकात हुई, मैं यीशु मसीह को नहीं जानता था, परंतु उनके जो प्रेम भरा जो व्यवहार मैंने देखा, तो मैंने देखा उनके अंदर यीशु मसीह है। उस व्यवहार को देख के मैं भी यीशु मसीह के पास आया। और अगर आपके अंदर यीशु मसीह है और जब आप अपना प्रेम भरा व्यवहार दिखाते हैं तो परमेश्वर प्रसन्न होता है, और लोग आपके प्रेम भरे व्यवहार से देखे अपने नेचर को भी चेंज कर सकते हैं। ഞാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ സമയത്ത്, സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രസംഗം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി തുടങ്ങി. കർത്താവേ, ഞാൻ എൻ്റെ ഉള്ളിൽ ഇത്ര സ്നേഹമില്ലല്ലോ, ഞാൻ ഇനിയും ഒരു സ്നേഹം നിറഞ്ഞ വ്യക്തിയായി മാറാൻ, മറ്റുള്ളവരെ, കുടുംബത്തെ, ചർച്ചിനെ, കർത്താവിൻ്റെ മക്കളെ സ്നേഹിക്കുന്നവനായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെ ആയിരിക്കണം എൻ്റെ പ്രിയരെ ഈ സമയത്ത്. और जब मैं ये संदेश को बनाने लगा तो मैंने भी परमेश्वर से बोला, परमेश्वर मैं तो इतना प्रेम भरा व्यक्ति नहीं हूँ, इतना दया भरा व्यक्ति नहीं हूँ, मैं धीरजवंत नहीं हूँ। मैंने परमेश्वर से बोला मेरे को मदद करना कि मैं भी ऐसे एक व्यक्ति बन सकूं। और मैं आज आपसे कहना चाहता हूँ कि अगर आपको लगता है कि आपके अंदर भी आत्मा का फल नहीं है तो आप प्रार्थना कर सकते हैं, आप परमेश्वर से मांग सकते हैं कि परमेश्वर मुझे भी ये आत्मा के फल का वरदान देना। പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച്. എൻ്റെ കർത്താവും ദൈവവും തമ്പുരാനുമായി യേശുവേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ വന്ന് നിറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറട്ടെ. ഈ സമയത്ത് ഇന്ന് തന്നെ സ്നേഹം വന്ന് നിറയട്ടെ. അച്ഛന്മാരും അമ്മമാരും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. സ്നേഹം വന്ന് നിറയട്ടെ കർത്താവേ. അങ്ങയുടെ അനുഗ്രഹം നിറഞ്ഞ സ്നേഹം ഈ കുടുംബങ്ങളുടെ മേളിൽ വന്ന് നിറയട്ടെ. ഞങ്ങളെല്ലാം ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന അങ്ങയുടെ മക്കളായി മാറാൻ ഞങ്ങളെ അനുവദിക്കണമേ. എൻ്റെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പിതാവായ ദൈവത്തിനോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ആമേൻ. और खुदावंत यीशु, इस टाइम मैं प्रार्थना करता हूँ पिता परमेश्वर, जितने लोगों ने आज का ये संदेश सुना, और परमेश्वर मैं प्रार्थना करता हूँ जो आत्मा का फल है परमेश्वर प्रेम, वो उनके जीवन में भी आए परमेश्वर। जो भी पति पत्नी के बीच में जो दरारें हैं पिता, उनको तू भरना खुदावंत। जो माता पिता के बीच में है, जो बच्चे और माता पिता के बीच में कोई भी लड़ाई है खुदावंत, मैं प्रार्थना करता हूँ कि जो आत्मा का फल प्रेम है उनके जीवन में, उनके परिवार में उत्पन्न होगा पिता परमेश्वर, और खुशबू उनके जीवन से निकलेगी परमेश्वर। वो फलों को हम अपने जीवन में लेके आ पाए पिता परमेश्वर। धन्यवाद करते हैं यीशु, तेरे सामर्थी नाम से इस प्रार्थना को मांगते हैं, आमीन। बाय। खाना बहुत अच्छा, खाने के लिए धन्यवाद। पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद। खाने के लिए धन्यवाद। थैंक यू। ये जितने भी फोटोज़ और वीडियोज़ आपने देखे, ये जीसस किचन का एक छोटा सा क्लिप था, ये अपडेट करने के लिए कि जीसस किचन में क्या होता है। और एक बार फिर मैं जीसस किचन की ओर से, पूरी टीम की तरफ से आपको धन्यवाद कहना चाहती हूँ कि आप जीसस किचन के साथ अड़े और खड़े रहे। आपके योगदान के द्वारा इस महीने, जो लास्ट जो महीना गया है, उसमें हमने बिस्किट्स दिए, हमने आइसक्रीम्स दिया, और हमने थोड़ा राशन, जो खाने का जो मेन्यू है उसको भी थोड़ा सा चेंज किया। और थैंक यू, आप सब ने सपोर्ट किया जीसस किचन के लिए। और मैं आपसे एक चीज़ और कहना चाहती हूँ, जब आपके घर में कोई भी बर्थडेज होता है या एनिवर्सरीज होता है, आप जीसस किचन के साथ आके मना सकते हैं। आपने स्वीट्स खरीद के दे दिया, आपने बिस्किट्स खरीद के दे दिया, या आपने उस दिन का राशन, उस दिन का जो फूड है, आप अपनी तरफ से भी स्पॉन्सर कर सकते हैं। क्योंकि बहुत सारे लोग हमें कॉल करके पूछते हैं क्या हम कर सकते हैं, तो प्लीज़ आगे आके आप कर सकते हैं। वो एक दिन का खाना आप अपने परिवार की तरफ से भी आप स्पॉन्सर कर सकते हैं। और हम धन्यवाद कहना चाहते हैं एक बार फिर। भूलिएगा मत, अपने बर्थडेज को, अपने एनिवर्सरीज को जीसस किचन के साथ मनाइए। उन बच्चों के साथ मना सकते हैं जिनके मुंह पे आप, वो मुस्कुराहट आपके मुंह आपको दिखाई देगा, और वो मुस्कुराहट जो आप देखेंगे, वो मुस्कुराहट कोई भी चीज़ उसके मुकाबले नहीं है। तो ज़रूर अपने बर्थडेज और एनिवर्सरीज जीसस किचन के साथ बनाइए। और एक बार एक चीज़ और मैं आपको बताना चाहती हूँ या रिक्वेस्ट करना चाहती हूँ, जब आप अपने घर का राशन
खरीदते हैं तो जीसस किचन को याद रखिएगा। जब आप दाल चावल मसाले खरीदते हैं तो जीसस किचन के लिए भी आप कुछ खरीद सकते हैं। मेरा विश्वास है जैसे आप जीसस किचन के साथ अड़े और खड़े रहे हैं, लास्ट थ्रू आउट 1 ईयर आपने एक बार स्पॉन्सर किया, एक बार आपने हेल्प किया, परमेश्वर का प्रतिफल, जो प्रतिफल है वो परमेश्वर की ओर से आता है और मेरा विश्वास है कि परमेश्वर आपको कभी भी गिरने नहीं देगा। उसका प्रतिफल आपके जीवन में, आपके बच्चों के जीवन में आएगा। थैंक यू एंड गॉड ब्लेस यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റു ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബായ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബായ്. പ്രൈസ് ദി ലോർഡ്.